ആ ട്യൂൺ വന്നപ്പോ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഒരു അങ്കിൾ ആ വഴി കൂടെ നടന്ന് അങ്ങോട്ട് പോണു. അയ്യോ, ഇത് എന്തൊക്കെ നോക്കിയാലാ ഈ പാട്ട് പാടുമ്പോ ഇതിന്റെ മേളിൽ കൂടെ ഒരു ചേട്ടൻ നടന്നു പോകുന്നു. അതാ ഇവനീ ആലോചിച്ച് നിന്ന് പാടുക എങ്ങനെ എന്തേ മുട്ടോളം എത്തുന്ന ഞാൻ അങ്ങനെയല്ലല്ലോ പാടിയത്. മുട്ടോളം എത്തുന്ന പാവാടയുടുത്തൊരു തൊട്ടാവാടി പെണ്ണേ. കൊള്ളത്തില്ല പാടിയത് കൊള്ളത്തില്ല. നീ എന്ത് ചെയ്യും? അയ്യോ, പാട്ട് പോക്കറ്റിലാണോ? അവിടെ ആയിരുന്നു മൊത്തം പാട്ട്. കാരണം പാട്ട് പാടുമ്പോഴൊക്കെ ആ പോക്കറ്റിൽ കൈയിട്ടുണ്ടാ. അവിടുന്ന് എനർജി കിട്ടും നമുക്ക്. ഈ സ്വരമൊക്കെ പാടുമ്പോഴത്തേക്കും പോക്കറ്റ് കൈയിട്ട് ആദ്യമായിട്ട് സ്വരം പാടുന്ന ഒരാളെ കണ്ടു. അത് തുടങ്ങി എങ്ങനെയായിരുന്നു? ഈ സ്വരമൊക്കെ ഇത് സ്വരം സിമ്പിൾ. പോക്കറ്റിൽ നിന്നാണ് ഈ സ്വരങ്ങളൊക്കെ വരണല്ലേ? അല്ല, എന്റെ ബുദ്ധിന്നും പോക്കറ്റിൽ നിന്ന്. പിന്നെ ഇടയ്ക്ക് ചൊറിയുന്നുണ്ടല്ലോ. പക്ഷെ ചൊറിഞ്ഞൊന്നും അവൻ അറിയുന്നില്ല ഈ പാടുന്നതിന്റെ കൂടെ. പാടുന്നതിന്റെ കൂടെയാണ് അത്. ഈ സ്വരമൊക്കെ പാടുമ്പോ എന്താണ്? എന്തത്? മോതിരല്ലേ? കുരു. അതാണ് ഈ ചൊറിയുന്നത്. മേത്തൊക്കെ കുരു, ചൂടൂരു വന്നിരിക്കുകയാണ്. സ്വരമൊക്കെ പാടുമ്പോഴാണ് പ്രത്യേകിച്ച് ചൊറിച്ചിൽ കൂടുതൽ. അല്ല 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 അല്ല. പിന്നെ എവിടെ ചൊറിഞ്ഞു? വീട്ടിലാണെങ്കിൽ ഞാൻ ഫുൾ ചൊറിച്ചലോ. എന്നിട്ട് ഞാൻ വല്ല മതില് കൊണ്ട് ബാക്ക് ഇങ്ങനെ ഇതെന്താടാ ഇത്രയും ചൊറിച്ചിൽ വരാൻ കാരണം എന്താ? കാരണം ഞാനെന്നും വെയിലത്തോടി കളിക്കുമ്പോ വെയിലുകുരു ഇങ്ങനെ വെയിലുകുരു, മേല് മൊത്തം വെയിലുകുരു. സാധാരണ കരടിയൊക്കെയാണ് അങ്ങനെ ചെയ്യാറ്. ഇപ്പൊ പറഞ്ഞ രീതിയില് കരടി, ആ കരടിയില്ലേ? പിന്നെ എല്ലാം അറിയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വീട്ടിൽ ചൊറിച്ചിട്ട് തീർക്കുന്നത്. പിന്നെ ഞാൻ ടൊയോട്ട സൂപ്പറയുടെ ശബ്ദം ഉണ്ടാക്കും. അതെങ്ങനെ? തൊപ്പി. കൊള്ളാട്ടാ. ട്രാവലർ. എടാ സൂപ്പറാണല്ലോ, ഭയങ്കര. ഇനി എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ബൈക്ക്. ബൈക്ക് റേസിലെ ബൈക്കാ. എന്തൊരു ഇത് റേസിലെ ബൈക്കാ. ഇങ്ങനെ ഡ്യൂക്ക്. അതെ. ഈ ടോപ്പ് ഹാൻഡിൽ ആരാ ഇഷ്ടം? ആരാ? ശശിചേട്ടനോ? ശശിചേട്ടനെ. അതെന്താ? കാരണം എന്നോട് അന്നെങ്ങാണ്ടും പറഞ്ഞായിരുന്നു എന്റെ അമ്മൂമ്മേനോട്, തിരുവനന്തപുരത്ത് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെന്ന്. ആ സാധനം എന്താണ്? എന്നെ പോലത്തെ ഒരു കുട്ടി. ഇന്നത്തെ പിന്നെ റൊണാൾഡോയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എന്താണ്? ഫുട്ബോൾ ആണ്. പക്ഷെ വേറൊരു സാധനം ഉണ്ട്. എന്താ? 7 നമ്പർ. അതുകൊണ്ട് വേറെ വേറെന്താ? CR7. CR7 വെറും 7 അല്ല, CR7. ഫുട്ബോളിൽ എത്തിയായിരുന്നു നമ്മള് വണ്ടികളിൽ. ഒരു സാധനത്തിന് ആദ്യമായിട്ട് കാണാം. ഞാൻ ഫുട്ബോള് നല്ല പറപ്പിച്ച് കളിക്കണം. ഞാനും ഫുട്ബോളറാണ്. എന്റെ കൂടെ കളിക്കാൻ പറ്റുമോ? ഞാൻ ഷാർപ്പ് ഷൂട്ടറാ. ഞാനാണെങ്കിൽ ഒറ്റ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഫുൾ സ്പീഡ്. ഇതാരാണെന്നറിയാമോ? ഇതാണ് ഉണ്ണി R7. ഞാൻ ആരൊക്കെയാന്നറിയോ? CR7ന്റെ റൊണാൾഡോ, ഒപ്പം തന്നെ എംബാപ്പെ, നെയ്മർ, മെസ്സി. ഹിറ്റ്മാനാണ്. മെസ്സിനെ എനിക്ക് ഇഷ്ടല്ല. അയ്യോ, അതെന്തോ പറ്റി? പുള്ളി എന്തെങ്കിലും ചെയ്തോ? കാരണം റൊണാൾഡോ മെസ്സിനെക്കാളും കുറെ ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ എംബാപ്പയുടെ ആക്ഷൻ കാണിക്കാൻ പറ്റും. ഈ സൂ ഒക്കെ റൊണാൾഡോ നെയ്മർ. അത് ഉരുണ്ട് ഇങ്ങനെ വരണ്ടേ? ഞാൻ അടിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ അടിക്കുന്നത് സ്വന്തമായുള്ള ഗോൾ പോസ്റ്ററിന്റെ അടുത്ത് എത്തുമ്പോ ഗോൾ പോസ്റ്ററിന്റെ ഒറ്റയടിക്ക് നേരെ ആർക്കും കിട്ടാതെ നല്ല സ്പീഡ് ഗോൾ പോസ്റ്ററിൽ ചെന്ന് കീപ്പറിനെ തോപ്പിക്കും. ഇതുവരെ ഒരു ഗോളെങ്കിലും അടിച്ചിട്ടുണ്ടോ? സത്യം പറ. ഉണ്ട്. എപ്പോ? സ്കൂളിലത്തെ PT സമയം. PT സാർ എന്റെ അടുത്ത് പറഞ്ഞല്ലോ, ഒരു ഗോൾ പോലും അടിച്ചില്ല. ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അത് ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിലോട്ടാണ്. അല്ല. ആണ്. അല്ല. ആണ്. അല്ല. ആണ്. അല്ല. എന്റെ അടുത്ത് പറഞ്ഞല്ലോ, സാറ് പറഞ്ഞല്ലോ. PT സാറല്ല, PT മിസ്സാ.
ആ അതിനാ മെസ്സി തന്നെ പറഞ്ഞു. വീട്ടിൽ മിസ് ചോദിച്ച ആള് മാറി